ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക നന്ദിന് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഈ സമയം നന്ദൻ പറയുകയാണ്, ഇത്രയും ദിവസം തനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ ദേവിക വാരിത്തരുമ്പോൾ ഭക്ഷണത്തിന് വലിയ രുചി തോന്നുന്നുണ്ടെന്നും പറയുന്നു. കൂടാതെ താൻ ദേവികയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നും ഒരു കാലത്തും സമാധാനം നൽകിയിട്ടില്ലെന്നും പറഞ്ഞ് നന്ദൻ മാപ്പു ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ദേവിക നന്ദനെ ആശ്വസിപ്പിക്കുകയും ഭക്ഷണം കഴിച്ച് നന്നായി വിശ്രമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പനിയൊക്കെ തനിയെ മാറിക്കൊള്ളുമെന്നും ഒരുപാട് സംസാരിക്കേണ്ടെന്നും ദേവിക പറയുന്നുണ്ട്. എന്നാൽ ദേവി തൻ്റെ അരികിലുള്ളതുകൊണ്ട് പനി മാറരുതെന്നാണ് താനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നന്ദൻ സ്നേഹത്തോടെ മറുപടി നൽകുന്നു. തുടർന്ന് ദേവിക നന്ദന്റെ നെറ്റിയിൽ തൊട്ടുനോക്കി പനി കുറവുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും മരുന്ന് കഴിച്ചാൽ ഭേദമാകുമെന്ന് പറയുകയും ചെയ്യുന്നു. തൻ്റെ മനസ്സിൽ ദേവികയല്ലാതെ മറ്റൊരു പെണ്ണില്ലെന്നും ഇസബെല്ലയെ താൻ തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ലെന്നും നന്ദൻ വ്യക്തമാക്കുന്നു. എന്നാൽ കുടുംബകാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ദേവിക അത് തടയുന്നു. തനിക്കൊരാപത്ത് വന്നപ്പോൾ കൂടെ നിന്ന് രക്ഷിച്ചതിനെക്കുറിച്ച് നന്ദൻ ചോദിക്കുമ്പോൾ വെറുതെ സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാൻ ദേവിക നിർബന്ധിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ദേവിക അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ഇപ്പോഴും തനിക്ക് പൂർണ്ണമായി വഴങ്ങിയിട്ടില്ല എന്ന് നന്ദൻ മനസ്സിലാക്കുന്നു. മറ്റൊരു ഭാഗത്ത് പ്രഭാവതി ഭാർഗവിയെയും ഗൗരിയെയും കാണാനെത്തുന്നു. നന്ദൻ ഒട്ടും വയ്യാത്തതുകൊണ്ട് അവനെ കാണാതെ തനിക്കൊരു മനസ്സമാധാനവുമില്ലെന്ന് പ്രഭാവതി പറയുന്നു. എന്നാൽ നന്ദന്റെ കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ അവനെ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഭാർഗവിയും ഗൗരിയും ഉപദേശിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ലെന്നും തനിക്ക് നന്ദനെ നേരിട്ട് കാണണമെന്നും പ്രഭാവതി വാശി പിടിക്കുന്നു. അവിടെ ഇപ്പോൾ ഗിരീഷും ദേവികയും ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ വീഡിയോ കോൾ വഴി കാണാമെന്ന് അവർ പറയുമ്പോഴും നേരിട്ട് തന്നെ കാണണമെന്ന നിലപാടിൽ പ്രഭാവതി ഉറച്ചു നിൽക്കുന്നു. ഇതോടെ ഭാർഗവിക്കും ഗൗരിക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാകുന്നു. ഏലിയമ്മ ചേട്ടത്തി ഉണ്ടാക്കിയ ഭക്ഷണം ദേവിക ആസ്വദിച്ചു കഴിക്കുന്നതാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. താൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എസ്തപ്പാൻ ഇഷ്ടമല്ലെന്ന് ഏലിയമ്മ ചേട്ടത്തി തമാശയായി പറയുമ്പോൾ കുടിയും പുകവലിയും കാരണം മൂപ്പരുടെ നാവിന്റെ രുചി പോയതാണെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു. എസ്തപ്പാൻ ചേട്ടൻ ഇപ്പോഴും കുടിക്കുന്നുണ്ടോ എന്ന് ദേവിക ചോദിക്കുമ്പോൾ മോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതിനു ശേഷം താൻ കുടി പൂർണ്ണമായി നിർത്തിയെന്നും ഇനി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനാണ് തീരുമാനമെന്നും എസ്തപ്പാൻ പറയുന്നു. നന്ദു കുറച്ചു ദിവസം കൂടി ഇവിടെ കാണുമെന്നും തനിക്ക് പോകാൻ സമയമായെന്നും ദേവിക വ്യക്തമാക്കുന്നു. ഗിരീഷ് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഗിരീഷ് ഏട്ടൻ പ്രത്യേക ടൈപ്പായതുകൊണ്ട് ഫുഡ് കഴിക്കില്ലെന്ന് ദേവിക മറുപടി പറയുന്നു. ഇതേ സമയം ഗിരീഷ് നന്ദനോട് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കുന്നു. നല്ല ഭക്ഷണവും സുരക്ഷിതവുമായ താമസവുമുള്ള ഈ അന്തരീക്ഷത്തിൽ തനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് നന്ദൻ മറുപടി നൽകുന്നു. ദേവിക നിന്നെ ഏൽപ്പിച്ച സ്ഥലം വളരെ സുരക്ഷിതമാണെന്ന് ഗിരീഷും സമ്മതിക്കുന്നു. താൻ ദേവികയെ ഒരിക്കലും ചതിച്ചിട്ടില്ലെന്നും എന്നാൽ അവൾ തന്നെ മനസ്സിലാക്കില്ലെന്നും നന്ദൻ സങ്കടപ്പെടുന്നു. ഈ വാക്കുകൾ അങ്ങോട്ട് വരുന്ന ദേവിക കേൾക്കുന്നുണ്ട്. ഇന്ന് ദേവിക തന്റെ അരികിൽ വന്ന് സമയം ചെലവഴിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും ഈ ദിവസം അവസാനിക്കരുതെന്ന് ആഗ്രഹിച്ചെന്നും നന്ദൻ പറയുന്നു. കാര്യങ്ങളൊക്കെ ഒതുങ്ങി എല്ലാം കലങ്ങിത്തെളിയുമ്പോൾ ദേവിക നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഗിരീഷ് നന്ദനെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് ദേവിക അങ്ങോട്ട് വന്ന് നമുക്ക് പോകാമെന്ന് ഗിരീഷിനോട് പറയുന്നു. നന്നായി ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കാൻ നന്ദനോട് പറഞ്ഞ ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എസ്തപ്പാന്റെ ഫോണിൽ വിളിക്കാൻ ദേവിക ആവശ്യപ്പെടുന്നു. നന്ദന് ദേവികയോട് തനിയെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കി ഗിരീഷ് പുറത്തേക്ക് മാറുന്നു. ദേവികയോട് തന്നോട് ദേഷ്യം തോന്നരുതെന്ന് നന്ദൻ പറയുമ്പോൾ താൻ കൂടെ നിൽക്കുന്നത് ഒരു കടമയായി മാത്രം കണ്ടാൽ മതിയെന്നും അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുതെന്നും ദേവിക തർപ്പിച്ചു പറയുന്നു. യാത്ര പറയാൻ നേരം ഗിരീഷ് എസ്തപ്പാന് കുറച്ച് പണം നൽകാൻ ശ്രമിക്കുന്നു. എന്നാൽ തനിക്ക് പണം ആവശ്യമില്ലെന്നും കടപ്പാട് കൊണ്ടാണ് നന്ദനെ നോക്കുന്നതെന്നും പറഞ്ഞ് എസ്തപ്പാൻ അത് നിരസിക്കുന്നു. ഗിരീഷേട്ടൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് ദേവികയും അങ്ങോട്ട് വരുന്നു. സാർ നല്ല മനസ്സോടെ തന്നതാണെങ്കിലും താൻ ഇത് സ്വീകരിക്കില്ലെന്ന് എസ്തപ്പാൻ ദേഷ്യത്തോടെ വ്യക്തമാക്കുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം ഒരു ഭിക്ഷക്കാരൻ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ മറ്റാരുടെയോ ആളാണെന്ന് ഉറപ്പാണ്. ദേവിക ഗിരീഷും യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ ഭിക്ഷക്കാരൻ ചില ഗൂഢലക്ഷ്യങ്ങളോടെ അവരെ നോക്കി നിൽക്കുന്നു. ഋഷിയുടെ ദുബായ് യാത്ര. അരുന്ധതി തന്റെ മകനായ ഋഷിയെ ദുബായിലേക്ക് വരുന്ന സങ്കടത്തിലാണ്.
അവിടെ ചെന്ന് സൂക്ഷിക്കണമെന്നും ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുതെന്നും അരുന്ധതി പറയുന്നു. അമ്മയെ തനിച്ചാക്കി പോകാൻ തനിക്ക് തോന്നുന്നില്ലെന്ന് ഋഷിയും സങ്കടപ്പെടുന്നു. ആദ്യമായാണ് മകൻ മാറി നിൽക്കുന്നതെങ്കിലും പുതിയൊരു ജീവിതത്തിനും വിവാഹത്തിനും വേണ്ടി നീ പോയേ തീരൂ എന്ന് അമ്മ വ്യക്തമാക്കുന്നു. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഋഷി സമ്മതിക്കുമ്പോൾ അരുന്ധതിക്ക് അത്ഭുതം തോന്നുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് താനും അങ്ങോട്ട് വരാമെന്ന് അരുന്ധതി പറയുന്നു. ലഗേജ് എടുക്കാൻ വന്ന CP മകനേക്കാൾ സങ്കടം അമ്മയ്ക്കാണെന്ന് തമാശയായി പറയുന്നു. ചന്ദ്രോത്ത് വീട്ടിൽ പോയി നന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി തീർക്കുമെന്നും ഇവിടുത്തെ ബിസിനസ്സുകളെല്ലാം CP അങ്കിളിനെ ഏൽപ്പിച്ച് താൻ ദുബായിലേക്ക് വരുമെന്നും അരുന്ധതി ഋഷിയോട് പറയുന്നുണ്ട്. ഇനി പഴയ കോണ്ടാക്റ്റുകളൊന്നും വേണ്ടെന്ന് അമ്മ പറയുമ്പോൾ ഋഷി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഋഷി സന്തോഷത്തോടെ യാത്രയാകുന്നു. അതിനിടയിലാണ് ആ ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. ഒളിഞ്ഞു നിന്ന ഭിക്ഷക്കാരൻ ഇസബെല്ലയുടെ ആളാണോ അതോ മറ്റേതെങ്കിലും ശത്രുവാണോ എന്ന് വ്യക്തമല്ല. എസ്തപ്പാന്റെ വീട്ടിൽ നിന്നും ദേവികയ്ക്ക് ഒരു അടിയന്തര ഫോൺ കോൾ വരുന്നുണ്ട്. വിവരമറിഞ്ഞ് ദേവികയും മുരളിയും വേഗത്തിൽ എസ്തപ്പാന്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. അവിടെ എസ്തപ്പാനെ ക്രൂരമായി തല്ലി തല അടിച്ചു പൊട്ടിച്ച നിലയിലാണ് കാണുന്നത്. ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് ആക്രമിച്ച ശേഷം നന്ദനെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി എന്ന് എസ്തപ്പാൻ അവരോട് പറയുന്നു. ഈ വാർത്തയും കാഴ്ചയും താങ്ങാൻ കഴിയാതെ ദേവിക ആകെ ഷോക്കാവുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.